സ്വാഗതം. നിങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ച ഒരു സ്കൂൾ പാഠഭാഗമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഷിസ എന്ന ഒരു വിദ്യാർത്ഥിനിയുടെ കഥ. ഒറ്റനോട്ടത്തിൽ ഇതൊരു കുട്ടികൾക്കുള്ള ഗുണപാഠ കഥയായി തോന്നാം. പക്ഷേ ഇതിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ശരിക്കും വലിയൊരു വിഷയത്തിന്റെ മനഃശാസ്ത്രപരമായ വശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ശീലം അഥവാ പ്രൊക്രാസ്റ്റിനേഷൻ. അതെ. അപ്പോൾ ഈ ലളിതമായ കഥയെ നമുക്കൊരു കേസ് സ്റ്റഡി പോലെ ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് നല്ല മിടുക്കരായ ആളുകൾ പോലും നല്ല ആശയങ്ങളൊക്കെ കയ്യിലുണ്ടായിട്ടും കാര്യങ്ങൾ തുടങ്ങാൻ വൈകുന്നത്? എനിക്ക് ധാരാളം സമയമുണ്ട് എന്ന് നമ്മളോട് തന്നെ പറയുന്നത് ഒരു ഒരു ആത്മവിശ്വാസമാണോ അതോ സ്വയം വഞ്ചിക്കലാണോ? അതൊരു നല്ല ചോദ്യമാണ്. ഷിസയുടെ അനുഭവത്തിലൂടെ നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. എനിക്കിതിൽ ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യം, ഇതൊരു കുട്ടികളുടെ കഥയാണെങ്കിലും മുൻഗണന നൽകൽ, അതായത് പ്രയോറിറ്റൈസേഷൻ, പിന്നെ സ്ഥിരോത്സാഹം, പെർസിവിയറൻസ്, അതുപോലെ അച്ചടക്കം, ഡിസിപ്ലിൻ, ഈ 3 വിഷയങ്ങളെ ഇത് ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇവയൊന്നും വെവ്വേറെ നിൽക്കുന്ന കഴിവുകളല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ശൃംഖല പോലെയാണ്. അതിലൊരെണ്ണം തെറ്റുമ്പോൾ ബാക്കിയുള്ളവയും പതിയെ തകരാറിലാകും. ശരിയാണ്. ഷിസയുടെ കഥ ആ ശൃംഖല എങ്ങനെ പൊട്ടുന്നു എന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണ്. അതെ. അപ്പൊ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. ഒരു മത്സര പ്രഖ്യാപനത്തോടെയാണ് എല്ലാം തുടങ്ങുന്നത്, അല്ലേ? അതെ, കമ്പ്യൂട്ടർ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ അധ്യാപകൻ വിദ്യാർത്ഥികളോട് ഡിജിറ്റൽ കാർഡുകളും ചിത്രങ്ങളുമൊക്കെ ഡിസൈൻ ചെയ്യാൻ പറയുന്നു. വിജയികൾക്ക് നല്ല സമ്മാനവുമുണ്ട്. എല്ലാവരും നല്ല ആവേശത്തിലാണ്. ഷിസയുടെ കൂട്ടുകാരായ മാഷൽ, മിസ്ഹബ്, സയാൻ ഇവരൊക്കെ ഉടൻ തന്നെ അവരുടെ പ്രോജക്റ്റുകൾ തുടങ്ങുന്നുണ്ട്. പക്ഷെ ഷിസയുടെ മനസ്സിൽ കുറച്ചുകൂടി സവിശേഷമായൊരാശയമുണ്ട്. അതെ, അവളുടെ ഉമ്മാമയെ സഹായിക്കാനുള്ള ഒരാശയം. അതെ, കാഴ്ചയ്ക്ക് പ്രയാസമുള്ള അവളുടെ ഉമ്മാമയെ സഹായിക്കാൻ കഴിയുന്ന ഒന്ന്. തീർച്ചയായും വളരെ നല്ലതും വലുതുമായൊരു ചിന്തയാണത്. തീർച്ചയായും. പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഷിസയുടെ ആശയം വളരെ മികച്ചതായിരുന്നു. അവളുടെ കൂട്ടുകാരുടേത് ഒരുപക്ഷെ അത്ര സങ്കീർണമായിരുന്നില്ല. പക്ഷെ അവസാനം വിജയിച്ചത് അവരാണ്. അപ്പോ കൃത്യസമയത്ത് ചെയ്യുന്ന മതിയായ ഒരു ജോലിയാണോ വൈകി ചെയ്യുന്ന മികച്ച ഒരു ആശയത്തേക്കാൾ നല്ലത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെയാണ് ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നില്ലേ, എല്ലാത്തിലും പൂർണ്ണത വേണമെന്ന ചിന്ത. അതെ, അതൊരു കെണിയാകുന്നത് ഇവിടെയാണ്. ഷിസയുടെ ആശയം വളരെ നല്ലതായിരുന്നു, പക്ഷെ അത് കൂടുതൽ സങ്കീർണവുമായിരുന്നു. അത് നടപ്പിലാക്കാൻ കൂടുതൽ സമയവും കഴിവും വേണം. ചിലപ്പോൾ ഇത്രയും വലിയൊരു ആശയം മനസ്സിൽ വരുമ്പോൾ തന്നെ നമുക്ക് തുടങ്ങാനൊരു മടി വരും. എവിടെ തുടങ്ങണം എന്നൊരു സംശയം വരും. അതെ, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഒരു പിടിയുണ്ടാവില്ല. അതേസമയം അവളുടെ കൂട്ടുകാർ ലളിതമായ, ചെയ്യാൻ സാധിക്കുന്ന വിഷയങ്ങളെ തിരഞ്ഞെടുത്തു. അവർ ഉടനടി പണി തുടങ്ങി. ഗുഡ് ഇനഫ് ആൻഡ് ഡൺ ഈസ് ബെറ്റർ ദാൻ പെർഫെക്റ്റ് ആൻഡ് പെൻഡിങ് എന്ന് പറയുന്നത് പോലെ ഒരവസ്ഥ. ശരിയാണ്. ഒരാശയം എത്ര മികച്ചതാണെന്നതിലല്ല, അതെത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുന്നു എന്നതിലാണ് കാര്യം. അതെ. അപ്പോ ആ വലിയ ആശയം മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഷിസ ഒരുപടി പിന്നോട്ടു പോയി എന്ന് പറയാം. അവൾക്ക് തുടങ്ങാൻ ഒരു മടി തോന്നി. ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. തന്റെ ആശയത്തിൽ പൂർണ്ണ ആത്മവിശ്വാസമുണ്ടായിരുന്നിട്ടും ഷിസ ആ നീട്ടിവെക്കുന്ന ശീലത്തിൽ കുടുങ്ങിപ്പോയി. കൂട്ടുകാരൊക്കെ ഉപദേശിക്കുന്നുണ്ട്, പക്ഷെ അവളുടെ സ്ഥിരം മറുപടി എനിക്ക് ധാരാളം സമയമുണ്ട് എന്നായിരുന്നു. അതാണാ കെണി. അവളൊരു ഗെയിമിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. തന്റെ പ്രോജക്റ്റ് അവസാന നിമിഷം തീർക്കാൻ കഴിയുമെന്നായിരുന്നു അവളുടെ ഒരു ഉറച്ച വിശ്വാസം. ഇത് വെറുമൊരു അലസതയായി നമുക്ക് കാണാൻ പറ്റൂ, അതോ ഇതിന് പിന്നിൽ വേറെന്തെങ്കിലും മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ടോ? തീർച്ചയായുമുണ്ട്. പാഠഭാഗത്ത് തന്നെ ഇതിനെ ഒരു കെണിയെന്നാണ് പറയുന്നത്. അത് വളരെ ശരിയായ ഒരു വാക്കാണ്. നമ്മൾ സാധാരണയായി ഈ പ്രൊക്രാസ്റ്റിനേഷനെ മടിയായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ പാഠത്തിൽ അതിന്റെ നിർവചനം തന്നെ വേറെയാണ്, അല്ലേ? അതെ, ദോഷഫലങ്ങളുണ്ടാകുമെന്നറിഞ്ഞിട്ടും കാര്യങ്ങൾ വൈകിപ്പിക്കുന്നത്. അതാണ്. ഇത് വെറും മടിയല്ല, ഇതൊരു തരം സ്വയം വഞ്ചനയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്ലാനിംഗ് ഫാലസി എന്ന് പറയുന്നത്. പ്ലാനിംഗ് ഫാലസി അതെന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? നമ്മളെല്ലാവരും ഈ കെണിയിൽ വീഴാറുണ്ട്. ഒരു ജോലി പൂർത്തിയാക്കാൻ എത്ര സമയം വേണം എന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഒരു തെറ്റായ ധാരണ വെച്ചു പുലർത്തും. കുറച്ചു കാണും, അല്ലേ? അതെ, എപ്പോഴും കുറച്ചു കാണും. നമ്മുടെ തലച്ചോറ് ഭയങ്കര ശുഭാപ്തി വിശ്വാസിയാ.
മുൻപ് ഇതുപോലുള്ള ജോലികൾ ചെയ്തപ്പോ നേരിട്ട ബുദ്ധിമുട്ടുകളൊന്നും അത് ഓർക്കില്ല. ഉം. പക്ഷേ വിജയിച്ച നിമിഷം മാത്രം ഓർത്തുവെക്കും. ഷിസയുടെ മനസ്സിലും ഒരുപക്ഷെ ഇതേ ചിന്തയാവാം. ഇങ്ങനത്തെ പ്രൊജക്റ്റൊക്കെ ഞാനിതിനു മുൻപും ചെയ്തിട്ടുണ്ട്, അവസാന നിമിഷം പെട്ടെന്ന് തീർക്കാൻ പറ്റും എന്ന്. ഒരു അമിത ആത്മവിശ്വാസം. അതെ, അവിടെ തലച്ചോറ് അവളോടൊരു വ്യാജമായ കഥ പറയുകയാണ്. യഥാർത്ഥത്തിൽ വേണ്ടിവരുന്ന അധ്വാനത്തെ അവൾ കുറച്ചു കണ്ടു. അതായത് ആ അമിതമായ ആത്മവിശ്വാസം തന്നെ അവൾക്ക് വിനയായി. ഒരു തരത്തിൽ അതെ. അതോടൊപ്പം മറ്റൊരു കാര്യവുമുണ്ട്. അടിയന്തരം വേഴ്സസ് പ്രധാനം. അർജന്റ് വേഴ്സസ് ഇമ്പോർട്ടന്റ്. അതെ, സ്റ്റീഫൻ കവിയുടെ പുസ്തകങ്ങളിലൊക്കെ പറയുന്ന ഐസൻഹവർ മാട്രിക്സ് എന്നൊരാശയമുണ്ട്. അതനുസരിച്ച് നമ്മുടെ ജോലികളെ 4ആയിട്ട് തിരിങ്ങാം. ഷിസയുടെ പ്രോജക്റ്റ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പക്ഷേ അവസാന തീയതി ദൂരെ ആയതുകൊണ്ട് അത് അടിയന്തരമായി അവൾക്ക് തോന്നിയില്ല. ശരിയാണ്. എന്നാൽ വീഡിയോ ഗെയിം കളിക്കുന്നത് അങ്ങനെയല്ല. അത് ആ നിമിഷം ഒരു സന്തോഷം തരും, ഒരു അടിയന്തര സന്തോഷം. പെട്ടെന്ന് കിട്ടുന്ന ഒരു റിവാർഡ്. അതെ, നമ്മുടെ തലച്ചോറ് എപ്പോഴും ആ പെട്ടെന്ന് കിട്ടുന്ന സന്തോഷം തെരഞ്ഞെടുക്കാനാണ് സാധ്യത കൂടുതൽ. ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യത്തിനു വേണ്ടി ആ നിമിഷത്തെ സന്തോഷം മാറ്റിവെക്കാൻ വലിയൊരു മാനസിക നിയന്ത്രണം വേണം. ആ നിയന്ത്രണമാണ് ഷിസയ്ക്ക് നഷ്ടമായത്. അതെ. ഒടുവിൽ ആ നിമിഷം വന്നു. അവസാന തീയതി അടുത്തു. ഷിസ തന്റെ ഡിസൈൻ തുടങ്ങാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവൾ ആ സത്യം തിരിച്ചറിയുന്നത്. താൻ കരുതിയതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ പ്രോജക്റ്റ്. സമയം തീരെയില്ല. അതെ, സമയം വെറുതെ കളഞ്ഞതുകൊണ്ട് അവൾക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആക്ടിവിറ്റി ദിനത്തിൽ അവളുടെ കൂട്ടുകാർ സമ്മാനങ്ങൾ വാങ്ങുന്നത് അവൾക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. ആടഭാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുകൾ നമ്മൾ എടുത്തു പറയണം. കൂട്ടുകാരുടെ സൂക്ഷ്മമായ, അതായത് മെറ്റിക്കുലസ് പ്രവർത്തനത്തിന് അവർക്ക് അഭിനന്ദനങ്ങൾ കിട്ടി. അപ്പോ ഷിസയ്ക്ക് വലിയ പശ്ചാത്താപം, അതായത് റിഗ്രറ്റ് തോന്നി. ഈ 2 വാക്കുകൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ടല്ലേ? വളരെ വലിയ പ്രാധാന്യമുണ്ട്. ആ സൂക്ഷ്മമായ എന്ന വാക്ക് തന്നെ നോക്കൂ. അതിന്റെ അർത്ഥം ഓരോ ചെറിയ കാര്യത്തിലും വലിയ ശ്രദ്ധ നൽകി ചെയ്തത് എന്നാണ്. അത് അവസാന നിമിഷത്തെ വെപ്രാളത്തിൽ പറ്റില്ല. ഒരിക്കലുമില്ല. ദിവസങ്ങളോളം കുറച്ചായി ചെയ്ത് തെറ്റുകൾ തിരുത്തി മെച്ചപ്പെടുത്തി വരുമ്പോഴാണ് ഒരു ജോലി സൂക്ഷ്മമാകുന്നത്. അത് സ്ഥിരോത്സാഹത്തിന്റെ ഫലമാണ്. ഇനി പശ്ചാത്താപം എന്ന വാക്ക്, അത് വെറുമൊരു സങ്കടമല്ല. നിരാശയിൽ നിന്ന് അതിന് വലിയ വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ്? നിരാശയും പശ്ചാത്താപവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിരാശ, അതായത് ഡിസപ്പോയിന്റ്മെന്റ് എന്നത് നമ്മളൊരു കാര്യത്തിനു വേണ്ടി നന്നായി കഷ്ടപ്പെട്ടിട്ടും നമ്മൾ ആഗ്രഹിച്ച ഫലം കിട്ടാതെ വരുമ്പോൾ തോന്നുന്ന വികാരമാണ്. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല എന്നൊരു ചിന്ത. അതെ. എന്നാൽ പശ്ചാത്താപം അങ്ങനെയല്ല. അത് അവസരമുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും ഒന്നും ചെയ്യാതെ ഇരുന്നതുകൊണ്ട് മാത്രമുണ്ടാകുന്ന ഒരു പ്രത്യേകതരം വേദനയാണ്. എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല എന്നൊരു തോന്നൽ. അതാണ്. ആ ചിന്ത നമ്മളെ വേട്ടയാടും. ഷീസയ്ക്ക് തോന്നിയത് നിരാശയല്ല, പശ്ചാത്താപമാണ്. അതാണ് പ്രോക്രാസ്റ്റിനേഷന്റെ ഏറ്റവും വലിയ ശിക്ഷ. ആ നഷ്ടപ്പെട്ട അവസരത്തെക്കുറിച്ചുള്ള വേദന. പക്ഷെ ചിലർ വാദിക്കാറില്ലേ, ഡെഡ്ലൈനിന്റെ ആ ഒരു പ്രഷർ വരുമ്പോഴാണ് അവരേറ്റവും നന്നായി ജോലി ചെയ്യുന്നത് എന്ന്. ഒരുപക്ഷെ ഷീസയും അങ്ങനെ ചിന്തിച്ചു കാണുമോ? അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ആളുകൾ സമ്മർദ്ദത്തിൽ നന്നായി ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത് പലപ്പോഴും ആ നീട്ടിവെക്കുന്ന ശീലത്തെ ന്യായീകരിക്കാൻ വേണ്ടിയാണ്. ഓഹോ. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? അഡ്രിനാലിൻ ഹോർമോണിന്റെ സഹായത്തോടെ അവർ വെപ്രാളപ്പെട്ട് ജോലി തീർക്കുന്നു, അത്രയുള്ളൂ. അല്ലാതെ ക്രിയേറ്റീവായിട്ടൊന്നും. ഒരു ക്രിയേറ്റീവ് ചിന്തയ്ക്കോ സൂക്ഷ്മമായ പ്രവർത്തനത്തിനോ അവിടെ സ്ഥാനമില്ല. എങ്ങനെയും ജോലി തീർക്കുക, അതുമാത്രമാണ് ലക്ഷ്യം. അങ്ങനെ ചെയ്യുന്ന ജോലിക്ക് ഗുണമേന്മ കുറവായിരിക്കും. ശരിയാണ്. യഥാർത്ഥത്തിൽ നല്ല നിലവാരമുള്ള ജോലി ഉണ്ടാകുന്നത് ചിന്തിക്കാനും മാറ്റങ്ങൾ വരുത്താനും മെച്ചപ്പെടുത്താനും ആവശ്യത്തിന് സമയം കിട്ടുമ്പോഴാണ്. ആ പ്രഷർ നല്ലതാണെന്ന വാദം ഒരു കെണിയാണ്. അപ്പോ ഈ അനുഭവത്തിൽ നിന്ന് ഒരു പ്രായോഗിക പാഠമെന്ന നിലയിൽ കഥ മുന്നോട്ട് വയ്ക്കുന്നത് സമയ ബഡ്ജറ്റ് എന്ന ആശയമാണ്. ടൈം ബഡ്ജറ്റ്. സമയം പണം പോലെയാണെന്ന് പറയുന്നു. പണം മുഴുവൻ നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, അതായത് വാണ്ട്സിനു വേണ്ടി ചിലവഴിച്ചാൽ ആവശ്യങ്ങൾക്ക്, നീഡ്സിനൊന്നും ബാക്കിയുണ്ടാവില്ല. അതുപോലെ സമയം മുഴുവൻ കളിക്കാൻ ഉപയോഗിച്ചാൽ ജോലി ചെയ്യാൻ സമയം തികയില്ല. വളരെ ലളിതമായ ഒരാശയം. അതെ. പാഠത്തിൽ നിങ്ങളോടായി ഒരു ചെറിയ ചോദ്യവുമുണ്ട്. ഷിസയ്ക്ക് ഒരാഴ്ചയിൽ 5 മണിക്കൂർ സമയ ബജറ്റ് ഉണ്ടായിരുന്നു എന്ന് കരുതുക. പ്രോജക്റ്റിന് 4 മണിക്കൂർ വേണം എങ്കിൽ
പരാജയപ്പെടാതിരിക്കാൻ എത്ര മണിക്കൂർ അവൾക്ക് വിനോദത്തിനായി മാറ്റിവെക്കാമായിരുന്നു? ഉത്തരം വളരെ ലളിതമാണല്ലേ, 1 മണിക്കൂർ. 1 മണിക്കൂർ. പക്ഷെ യഥാർത്ഥ ജീവിതം ഇത്ര ലളിതമായൊരു കണക്കല്ലല്ലോ. ഈ സമയ ബജറ്റ് എന്ന ആശയത്തെ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ ശരിക്കും പ്രയോജനപ്പെടുത്താൻ കഴിയുക? തീർച്ചയായും ഈ സമയ ബജറ്റ് എന്നത് ഒരു നല്ല തുടക്കമാണ്. നമ്മുടെ സമയം എവിടെയാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ബോധമുണ്ടാക്കാൻ ഇത് സഹായിക്കും. പക്ഷേ ഇതിനെ കൂടുതൽ പ്രായോഗികമാക്കാൻ ചില രീതികളുണ്ട്. ഉദാഹരണത്തിന് പോമോഡോറോ ടെക്നിക്. പോമോഡോറോ ടെക്നിക്. അതെ, ഷിസയെപ്പോലെ ഒരു വലിയ പ്രോജക്റ്റ് കാണുമ്പോൾ നമുക്ക് പേടി തോന്നും, തുടങ്ങാൻ മടി തോന്നും. പൊമോഡോറോ ടെക്നിക് അനുസരിച്ച് ആ വലിയ ജോലിയെ ചെറിയ ഭാഗങ്ങളായി മുറിക്കുക. എന്നിട്ട് 25 മിനിറ്റ് നേരത്തേക്ക് പൂർണ്ണമായും ആ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. ഒരു അലാറം വെക്കാം. 25 മിനിറ്റ് കഴിയുമ്പോൾ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഓ, എന്നിട്ട് വീണ്ടും തുടങ്ങുക. അതെ, ഇത് ഒരു പൊമോഡോറോ ആയി കണക്കാക്കുന്നു. ഇങ്ങനെ 4 പൊമോഡോറോകൾക്ക് ശേഷം ഒരു വലിയ ഇടവേള എടുക്കാം. ഇതെങ്ങനെയാണ് സഹായിക്കുന്നത്? പല രീതിയിൽ. ഒന്ന്, എനിക്ക് ഈ വലിയ പ്രോജക്റ്റ് തീർക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് അടുത്ത 25 മിനിറ്റ് ഇതിൽ ശ്രദ്ധിച്ചാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയും. തുടങ്ങാനുള്ള ആ ഒരു മടി മാറും. അതെ. 2, ഇത് നമുക്ക് ചെറിയ ചെറിയ വിജയങ്ങൾ നൽകും. ഓരോ 25 മിനിറ്റും പൂർത്തിയാക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി തോന്നും. ഇത് മുന്നോട്ടു പോകാനുള്ള പ്രചോദനം നൽകും. ഷിസയ്ക്ക് ഈ രീതി ഉപയോഗിക്കാമായിരുന്നു. ദിവസവും 1-2 പോമോഡോറുകൾ മാത്രം അവളുടെ പ്രോജക്റ്റിനായി മാറ്റിവെച്ചിരുന്നെങ്കിൽ അവസാന നിമിഷത്തെ ആ വെപ്രാളം ഒഴിവാക്കാമായിരുന്നു. തീർച്ചയായും. മറ്റൊരു രീതിയാണ് ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ കാലണ്ടറിൽ മീറ്റിംഗുകൾ രേഖപ്പെടുത്തുന്നത് പോലെ. അതെ, ജോലികൾ ചെയ്യാനുള്ള സമയവും കാലണ്ടറിൽ ബ്ലോക്ക് ചെയ്യുക. ഉദാഹരണത്തിന്, ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ പ്രോജക്റ്റ് ഡിസൈനിംഗ്. അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു മാറ്റിവെക്കാൻ കഴിയാത്ത കാര്യമായി നമുക്ക് തോന്നും. ശരിയാണ്. വെറുതെ പിന്നീട് ചെയ്യാമെന്ന് പറയുന്നതിനു പകരം അതിനൊരു നിശ്ചിത സമയം നമ്മൾ നീക്കിവെക്കുകയാണ്. ഇതൊക്കെ സമയ ബജറ്റിന്റെ കൂടുതൽ പ്രായോഗികമായ രൂപങ്ങളാണ്. അല്ലേയല്ല. മറിച്ച് നമ്മുടെ തലച്ചോർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും പ്ലാനിംഗ് ഫാലസി, അടിയന്തരം, പ്രധാനം തർക്കം പോലുള്ള മാനസികമായ കെണികളെ എങ്ങനെ തിരിച്ചറിയാമെന്നും നമ്മളെ പഠിപ്പിക്കുന്നു. അതെ, അതുപോലെ പോമോഡോറോ പോലുള്ള പ്രായോഗികമായ വഴികൾ ഉപയോഗിച്ച് അതിനെ എങ്ങനെ മറികടക്കാമെന്നും. അതെ. ലോകത്തിലെ ഏറ്റവും മികച്ച ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവാം, പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ കൃത്യമായ ആസൂത്രണവും അച്ചടക്കവും സ്ഥിരോത്സാഹവും കൂടിയേ തീരൂ. ആശയം ഒരു വിത്തുപോലെയാണ്. അതെ, അതിന് കൃത്യമായ പരിചരണം നൽകിയില്ലെങ്കിൽ അത് മുളയ്ക്കില്ല. ഷീസയുടെ പരാജയം അവളുടെ ആശയത്തിന്റെ പരാജയമായിരുന്നില്ല, അത് നടപ്പിലാക്കുന്നതിലുണ്ടായ പ്രക്രിയയുടെ പരാജയമായി. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. പോകുന്നതിനു മുൻപ് ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കാം. ഷീസയ്ക്ക് സമ്മാനം നഷ്ടപ്പെട്ടതിലും ഉമ്മാമയെ സഹായിക്കാൻ കഴിയാത്തതിലുമാണ് ഈ കഥ ഊന്നൽ നൽകുന്നത്. നമുക്കൊരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കാം. ഒരുപക്ഷേ ഷിസ കൃത്യസമയത്ത് ജോലി തുടങ്ങിയിരുന്നു എന്ന് കരുതുക. വളരെ സൂക്ഷ്മമായി അത് പൂർത്തിയാക്കി. എന്നിട്ടും മത്സരത്തിൽ പരാജയപ്പെട്ടു പോയിരുന്നുവെങ്കിലോ? അപ്പോൾ അവൾക്ക് തോന്നുന്നത് നിരാശയായിരിക്കും, പശ്ചാത്താപമായിരിക്കില്ല. കാരണം അവൾ ശ്രമിച്ചു. ശരിയാണ്. ഒന്നും ചെയ്യാത്തതുകൊണ്ട് മാത്രമുണ്ടാവുന്ന ഒരു പ്രത്യേക വേദനയാണ് പശ്ചാത്താപം. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ഏതാണ് വലിയ അപകടസാധ്യത? കഠിനമായി പരിശ്രമിച്ച് പരാജയപ്പെടാനുള്ള സാധ്യതയോ, അതോ ഒരിക്കലും ശ്രമിക്കാത്തതിലുള്ള ഉറപ്പായ പശ്ചാത്താപമോ?